ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കാണിക്കണ്ടേ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ഉപ്പേരിക്കുള്ളതും അതേപോലെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും കുറുമക്കറി ഉണ്ടാക്കാനുള്ള പച്ചക്കറിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പം ഗ്രീൻ പീസൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്കൂളിലെ ദിവസം എന്തായാലും തലേന്ന് പ്ലാനിങ് ഉണ്ടെങ്കിൽ കേട്ടോ പെട്ടെന്ന് നടക്കുള്ളൂ. ഏരാകുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഗ്രീൻ പീസൊക്കെ വേവിക്കാൻ കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചെടുത്തുകൊണ്ട് ഒരു 3-4 വിസിലിനൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാൻ. അങ്ങനെ അത് വേവാൻ ആദ്യം തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ചോറാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറും അരിയൊക്കെ അളന്നെടുത്തുകൊണ്ട് അതും കഴുകിങ്ങാണ്ട് അതും കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കിച്ചണിക്ക് വന്നാൽ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കുക. അത് പിന്നെ അവിടെ കടന്ന് വെന്തോളും. അതേപോലെ നമ്മളെ ഗ്രീൻ പീസ് വെന്തിക്കണ് അതൊന്ന് ഈസി കുക്കുമ്പോൾ മാറ്റിയിട്ട് നമ്മളെ ചോറ് ആ അടുപ്പത്ത് കണ്ട് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പം ഒരുവിധമൊക്കെ ഞാൻ ഈസി കുക്കുമ്പോൾ തന്നെ ആയിട്ട് ഉണ്ടാക്കൽ. നമ്മളെ ഈസി കുക്ക് നമ്മളെ വിറകടുപ്പിൻ്റെ അടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കണം കേട്ടോ. അവിടെ ഓവന് ഞാൻ അപ്പുറത്തേക്കും മാറ്റിയിരിക്കണം. അപ്പോൾ എനിക്കെന്താ അറിയോ, അടുക്കളയിൽ ഇങ്ങനെ ഓരോരോ ചേഞ്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുത്തണം. എന്നും ഒരേ രീതിയിൽ എനിക്കിഷ്ടമല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് വരാൻ തന്നെ ഒരു ഉന്മേഷമൊക്കെ ആയിക്കാരം. പിന്നെ അതിങ്ങോട്ട് മടുക്കുമ്പം പിന്നെ വേറെ ഒന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിയും തിരിച്ചും വെക്കും. ഇങ്ങനത്തെ ഈ സ്വഭാവമുള്ളവർ ഉണ്ടെങ്കിൽ, ഇതിൽ ഇല്ലാത്തവരുണ്ടാവില്ല, ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. എനിക്ക് ആ സ്വഭാവമുണ്ട്. ബെഡ്റൂമിലാണെങ്കിലും കട്ടിലൊക്കെ ഒന്ന് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഓരോരോ മാസം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിടുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ട്. ഒന്ന് ചേഞ്ച് വരുത്തുക, അതെനിക്കൊരു ഇഷ്ടമാണ്. അപ്പം എൻ്റെ വിറകൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. മഴക്കാലമായപ്പോഴത്തേനും എനിക്ക് വിറക് കിട്ടിയില്ല. അപ്പം ഞാൻ വിറകടുപ്പ് ഇപ്പം കത്തിക്കലില്ല. അതേപോലെ കാറ്ററിങ് ഇപ്പം പരമാവധി ഞാൻ ഒഴിവാക്കലാണ്. വിറക് കിട്ടിയിട്ട് ഇനി കാറ്ററിങ് ഒക്കെ ഏറ്റെടുക്കുള്ളൂ. അന്വേഷിക്കണുണ്ട് വിറകിന്. ഉണങ്ങിയ നല്ല വിറകായും കിട്ടണമല്ലോ. മഴ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ കിട്ടാനുമില്ല. അങ്ങനെ ഒരടുപ്പത്ത് നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും തലേന്ന് തന്നെ പരത്തിക്കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതും ചുട്ടെടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് കറിയും അതേപോലെ ചപ്പാത്തിയാണ് കേട്ടോ രാവിലത്തെ കടി. അങ്ങനെ ഗ്രീൻ പീസ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വലിയുള്ളിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടുകൊണ്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. ഇനി പച്ചക്കറി ഇട്ടുങ്ങാണ്ട് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കുക. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഈ കുറുമക്കറി കേട്ടോ. പിന്നെ നമ്മളടുത്ത് എന്തൊക്കെ പച്ചക്കറി ഉണ്ട്, കോളിഫ്ലവർ അതേപോലെ ബീൻസ്, ഞാനുള്ള പച്ചക്കറിയൊക്കെ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ ഉള്ളത് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അതും ഗ്യാസിനൊക്കെ വെച്ചെടുത്തു. പിന്നെ ഉപ്പേരിക്കുള്ള ചതവ് അതും ഇട്ടെടുത്ത്, തേങ്ങയും പച്ചമുളകും ചതച്ചത്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോകാണ്ടെന്ന്. അപ്പം രാവിലത്തെ മക്കളെ പറഞ്ഞയക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂത്താപ്പാൻ്റെ മോളുണ്ട്, ചുങ്കത്രയാണ് കേട്ടോ, അവളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ മോള് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു നിൽക്കണം. അപ്പോൾ അവളെ വയറ് കാണൽ ചടങ്ങുണ്ടല്ലോ, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് കൊണ്ടുപോകുന്നത് കേക്കാണ് കേട്ടോ. കേക്ക് തലേന്ന് രാത്രി തന്നെ ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ അവൾക്ക് വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ എന്താണ് അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന്. അപ്പോൾ അവൾക്ക് ഫ്രൂട്ട്സും അതേപോലെ ബേക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി. പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചാണ്ട് അങ്ങനെ റെഡി ആവുകയാണ്. മക്കളെയൊക്കെ പറഞ്ഞാൽ ഇഷ്ടമാണ് പോവാൻ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അങ്ങനെ 2 വിസിലിന് ഞാൻ ഓഫ് ചെയ്തിട്ടിനി. അപ്പോൾ പച്ചക്കറിയൊക്കെ നല്ലോണം വെന്തിക്കണം. ഇനി നമുക്കിതൊക്കെ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ നല്ലോണം ഫൈനായിട്ട് അരക്കണം കേട്ടോ. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം അരയണം, എന്നാലേ നമ്മളെ കുറുമക്കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത്. ഗ്രീൻ പീസും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല കുറുകണ സാധനങ്ങളാണല്ലോ, അപ്പം ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പം നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ ഒരു സ്പൂണ് നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ അതും ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പിന്നെ മഞ്ഞ കളറിലാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ തൂമിച്ചിട്ടില്ല, ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. ഇനി ഒരു സ്പൂൺ നെയ്യായാലും ടേസ്റ്റ് കൂടും. അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കുറുമക്കറി സെറ്റായിട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, നല്ലോണം വെട്ടി തിളക്കേ വേണ്ട. ഇത് നൂൽപുട്ടക്കും പത്തിരിക്കും ഒക്കെ കോമ്പിനേഷനാണ്. എന്നാൽ പിന്നെ നമുക്ക് ചപ്പാത്തിയാണല്ലോ, ചപ്പാത്തിക്കും അടിപൊളിയാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ തുള്ളിയാൽ മതി. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം. അങ്ങനെ വാവൊക്കെ പോകാനായിക്കണേ. അപ്പം ഞാൻ ചായയൊക്കെ കൊടുക്കട്ടെ അവന്.
രാവിലത്തെ ചായയുടെ കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടുപോകാൻ പോയിട്ടോ. ഇനിയിപ്പോൾ ആദ്യം പോകാനുണ്ട്. അപ്പോൾ അവർക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ സെറ്റാക്കുകയാണ്. അപ്പോൾ ഓൾക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ. ഒന്നൊന്നും പറ്റൂല. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ മീനോ ഒക്കെ തന്നെ പറ്റുള്ളൂ. ഈ ഉപ്പേരികളൊന്നും അവർ കഴിക്കുകയല്ല. അല്ലെങ്കിൽ ഇലക്കറികളാവണം. താളിപ്പുണ്ടാക്കി കൊടുത്താൽ അത് ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും കറി ഞാൻ വെക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പം അവിടുന്ന് കുട്ടികളുടെ ഇടയിലാവുമ്പോൾ അങ്ങനെ കഴിക്കും. അതുകൊണ്ട് ഞാൻ ഓരോരോ സ്പൂണ് അതിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒന്ന് ഞാൻ മുട്ട ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വറുത്തെടുത്തേക്കാണ്. അതും കുറച്ച് വെച്ച് കൊടുത്തേക്കണം. അതേപോലെ കറി ഇഷ്ടമാണ്. മത്തം താളിപ്പ് ഉണ്ടാക്കിനി. മത്തം കൊണ്ട് കടുകൊക്കെ വറുത്തുകൊണ്ട് അങ്ങനെ അതും കുറച്ച് വെച്ചുകൊടുത്ത്. അപ്പം അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സ് അങ്ങനെ സെറ്റാക്കി. അതും അവിടെ അതിൻ്റെ മുകളിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് അതിൽ വെക്കണമെന്നുള്ളത് നോക്കിക്കാണ്ട്. അങ്ങനെ ഇപ്പോൾ 9:30 ആദ്യം അതും ഓലും പോയി. അപ്പോൾ ഞാൻ കേക്ക് ഇതാണ് കേട്ടോ കൊണ്ടുപോകാനുള്ള കേക്ക്. മംടുബിൻ്റെ തീമിലൊക്കെ ചെയ്തെടുത്ത കേക്കാണ്. അപ്പോൾ അതും ഞാൻ ബോക്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഞാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞാൻ ചുങ്കത്ര സ്റ്റാൻഡിലേക്കാണ് ചെന്നിക്കണം. അവിടേക്ക് മൂത്തമ്മാൻ്റെ വലിയ മോളും ആണ് ഇട്ടത്. വലിയ മോളാണ്. ഈ മഞ്ഞയാണ് മൂത്തമ്മ. അപ്പോൾ അവരങ്ങോട്ട് എത്തിയേക്കണം. മൂത്തമ്മാൻ്റെ ചെറിയ മോളാണ് ഇവള്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേന് 11:30 കഴിക്കണം. പിന്നെ അവൾ വെള്ളമൊക്കെ കലക്കി തന്നു. പിന്നെ ചായ ഉണ്ടാക്കി. ഇതാണ് മൂത്തമ്മാൻ്റെ വലിയ മോള്. അപ്പം ഞങ്ങൾ ചെല്ലണത് ഒക്കെ അറിയില്ല കേട്ടോ. അറിയാതെയാണ് ഞങ്ങൾ പറയരുത് അറിഞ്ഞി മൂത്തമ്മാനോട്. അങ്ങനെ അറിയാതെയാണ് ചെല്ലണത്. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉള്ളത് അയക്കണം. അപ്പോൾ അത് മതി പറഞ്ഞിട്ട് കേൾക്കണില്ല. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. മൂത്തമ്മാൻ്റെ സ്പെഷ്യൽ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടാട്ടോ മൂത്തമ്മ ബിരിയാണി ഉണ്ടാക്കണേ. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മൾ കഴിക്കാൻ നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ, അതേമാതിരി ബിരിയാണി വെക്കാൻ ഒരു ഹാഫ് വേവല്ല, ഫുള്ളായിട്ട് വെന്തിട്ട് അങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിക്ക് ഉള്ളിൽ തന്നെ സവാള ഉണ്ടല്ലോ, കുറച്ച് നമ്മളൊന്നും ഇടുന്ന അത്ര ഇടുന്നില്ല, കുറച്ച് സവാള ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് വീഡിയോ എടുത്തേക്കണം. പിന്നെ അതിക്ക് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം വാടിയിട്ട് നല്ലോണം വാടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തങ്ങാണ്ട് വാട്ടിയെടുത്തേക്കണം സിമ്മിലാക്കിയിട്ട്. മൂത്തമ്മ നെയ്ച്ചോറാക്കിങ്ങാണ്ട് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം വലിയ ചെമ്പാണ് ഇറങ്ങാണ്ട് ചെറിയൊരു കുടുക്കുണ്ടായിന്, അതിലാണ് ബിരിയാണിക്ക് നെയ്ച്ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1 കിലോ അരിയാണ് ഇതിൽ വേവിച്ചെടുക്കുന്നത്. അതൊക്കെ നല്ലോണം ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ടുങ്ങാണ്ട് പൊട്ടിച്ചിട്ട് അതിക്ക് ഈ അരിയാണ് ഇട്ട് കൊടുത്തിട്ട് അരി നല്ലോണം വറുത്തെടുക്കുകയാണ്. എന്നിട്ടാണ് അതിക്ക് അളന്നുങ്ങാണ്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. വെള്ളം 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ നല്ലോണം വെട്ടി താഴ്ച വെള്ളമാണ് അതിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്ന് വേവിച്ചുങ്ങാണ്ട് അടച്ച് വെച്ചുങ്ങാണ്ട് വേവിക്കണം. അപ്പോൾ നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ ഓല ഉണ്ടല്ലോ അത് നല്ലോണം ഇട്ട് കൊടുത്തുകൊണ്ട് അതിക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാൻ അപ്പുറത്തൊരു പത്തിരിക്കല്ലൊക്കെ വെച്ചേക്കണം കേട്ടോ. അപ്പം മസാലൻ്റെ മുകൾക്ക് നെയ്ച്ചോറ് വേവിച്ചത് അതിട്ട് കൊടുക്കുകയാണ്. അപ്പം പ്രത്യേകത പറഞ്ഞാൽ ബിരിയാണീൻ്റെ മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി സെറ്റ് തന്നെയാണ്, ഒരേ മാതിരി തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും അതിക്കിടുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തുക്കണ്. നല്ലോണം ഞെരിയിച്ച് പൊരിച്ചെടുത്തുക്കണ് ചിക്കന്. പിന്നെ മസാലൻ്റെ മുകൾക്ക് നെയ്ച്ചോറൊക്കെ ഇട്ട് കൊടുത്തു. അതാണ് ബിരിയാണി നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണതിൻ്റെ ഓല ഉണ്ടല്ലോ, ആ ഓലയാണ് കേട്ടോ കാണുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ച് കോരിയ ഉള്ളി അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ സംഭവം ഒന്ന് ഇതിൽ ഇട്ട് കൊടുക്കാൻ മറന്നിക്കണം, നെയ്യ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ചോറ് കുത്തിയപ്പോഴാണ് ഇട്ട് കൊടുത്തത്.
അങ്ങനെ ചോറൊക്കെ ഒരു അരമണിക്കൂർ ദമ്മിട്ടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറുന്നാനൊക്കെ സമയമായപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചു. അങ്ങനെ ചോറ് വേറെയും മസാല വേറെയൊക്കെ ആക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കേക്ക് കട്ടിങ്ങിലായിട്ടോ. അപ്പോൾ ഇതാണ് ഓള് കേട്ടോ. ഇതാണ് ഓളമ്മ, മൂത്താപ്പാൻ്റെ മോളും മോളുമാണിത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും വായിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചെടുത്ത് അതൊരു സന്തോഷമാണല്ലോ അല്ലേ. പിന്നെ അടുത്ത ഊഴം അവിടെ ഉള്ളത് എന്തൊക്കെയാണ് അതൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം കുറച്ചധികം കറുത്തൊക്കെ ഉണ്ട് കേട്ടോ. കറുത്ത മരത്തമ്മ ഇഷ്ടംപോലെ ഉണ്ട്. അതേപോലെ മത്തൻ്റെ ഇല ഉണ്ട്, ഇഷ്ടംപോലെ ചക്കയുണ്ട്. ചക്കയൊക്കെ വേണ്ടായിട്ടുള്ള മണ്ണിട്ട് മൂടിയേക്കാണ്, അത്രക്കും ചക്ക ഉണ്ട്. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ട്, ആർക്കും വേണ്ടല്ലോ. അപ്പം ഈ മയം കൂടെ ആയാൽ തീരെയും വേണ്ട. അങ്ങനെ ഓക്ക് വയ്ക്കണതൊക്കെ ഓള് കുത്തി. പിന്നെ മൂത്തമ്മയും രംഗത്തിറങ്ങി കേട്ടോ കുത്താൻ. അങ്ങനെ മത്തൻ്റെ ഇലയും നുള്ളിയെടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ആദ്യക്കും അതും താളിപ്പ് ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തെങ്കിലും താളിപ്പ് ഞാൻ രാവിലെ സ്കൂൾക്ക് പോകുമ്പം ലഞ്ചിന് കൊടുത്തയക്കലുണ്ട്. അല്ല ചക്ക വേണ്ടായിട്ട് മണ്ണിട്ട് മൂടിയേക്ക. ചക്ക വേണ്ടായിട്ട് എവള് മണ്ണിട്ട് മൂടിയേക്ക. അത്രക്കും ചക്ക ഉണ്ട് ഇവിടെ. മൂത്തവേ ആ ഇതിലില്ല പസലിന്റെ ഇത് പസലിന്റെ വല്യമ്മയാണ്. അങ്ങനെ ഞമ്മക്കുള്ളതൊക്കെ ആയിട്ടോ. ഇനി പോവാൻ നിൽക്കണം. അപ്പോൾ പാക്ക് ചെയ്ത് തരികയാണ്. അങ്ങനെ കുറച്ചധികം മത്തൻ്റെ ഇലയും അതേപോലെ കറുത്തുണ്ടല്ലോ പപ്പായ, അതും ചക്കയും ഒക്കെ കൊണ്ട് ഞാൻ പോരുകയാണ്. കറുത്തിയും അതേപോലെ മത്തൻ്റെ ഇലയൊക്കെ വണ്ടിൻ്റെ ഡിക്കിയിൽ ഇട്ട് കൊടുത്ത്, അതേപോലെ മുന്നിൽ ഒരു ചക്ക മുറിച്ചാൽ തന്നെ ഒരു ചക്കയും വെച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓലും മുന്നിൽ ഓട്ടോറിക്ഷയിൽ ഓലും പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.